കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി ലോകം അറിയപ്പെടുന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. വലിയൊരു വ്യവസായിയായും ഒരു സോൾജിയറായി ജീവിതം ആരംഭിച്ച് ഇന്ന് വ്യവസായ രംഗത്തും ഇന്ന് എല്ലാവരും ഒരുപോലെ അറിയപ്പെടുന്ന ഒരാളാണ്. ഇന്ന് ഞാൻ ഹൈദരാബാദിലാണ്. കേണൽ എസ് ബി നായർ, അദ്ദേഹത്തിൻ്റെ പത്നി മിസ്സസ് നായരുമാണെന്ന് ഞങ്ങളുടെ അതിഥി. ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ ഒരു ബിസിനസ് രംഗത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചും ആസ് വെൽ ആസ്, കാരണം വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഹോഴ്സ് റേസിങ്ങിൻ്റെ ഒരു പാഷനാണ് അദ്ദേഹത്തിന്. ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടുപേരെയും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം മാഡം. സ്വപ്നങ്ങളുടെ യാത്രയാണ്. ഓരോ മനുഷ്യനും സ്വപ്നങ്ങളുമായിട്ടാണ് യാത്ര തിരിക്കുന്നത്. സാറിൻ്റെ നാട് കന്യാകുമാരി ജില്ലയിലെ മുഞ്ചിറ എന്ന കൊച്ചു ഗ്രാമം. അവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് സോൾജിയറായിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്, അല്ലേ സാർ? എങ്ങനെയായിരുന്നു സാർ ആ യാത്ര? വളരെ ചെറുപ്പത്തിൽ നാട് വിട്ടു. ഏതാണ്ട് 17 വയസ്സുള്ളപ്പോഴേ നാട് വിട്ട് എൻ്റെ അമ്മാവൻ ബാംഗ്ലൂരിലായിരുന്നു. പുള്ളിയുടെ അടുത്ത് വന്ന് അതിനോടുകൂടിയാണ് പട്ടാള ജീവിതം തുടങ്ങുന്നത്. ശരിക്കും സാറിൻ്റെ മാതാപിതാക്കൾ? എൻ്റെ അച്ഛൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്ററായിരുന്നു. അമ്മ വീട്ടുജോലി. എത്രാമത്തെ മകനായിരുന്നു സാർ? ഞാൻ മൂത്ത മകനായിരുന്നു. അപ്പോൾ ഉത്തരവാദിത്വം മൊത്തം സാറിൻ്റെ കയ്യിലായിരുന്നു? ഉത്തരവാദിത്വം കൊണ്ട് പിന്നെ എനിക്ക് അന്നും ഈ ആർമിയായിട്ട് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അതായത് എൻ്റെ അമ്മാവൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ പുള്ളി എനിക്കൊരു ഇൻസ്പിറേഷനായിരുന്നു, റോൾ മോഡലായിരുന്നു. പട്ടാളത്തിലേക്ക് വരാനുള്ള ഒരു റോൾ മോഡൽ അമ്മാവനായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു സാർ ആ യാത്ര? നേരെ ട്രിവാൻഡ്രത്ത് വന്നു. ട്രെയിൻ, അന്ന് ഡയറക്റ്റ് ട്രെയിനുണ്ട് ബാംഗ്ലൂരിലേക്ക്, വയ തൃശ്ശിനാപ്പള്ളി. അവിടെ വന്ന് നേരെ ബാംഗ്ലൂരിൽ വന്നപ്പോൾ നേരെ പുള്ളിക്കൊരു സർപ്രൈസ് ആയിരുന്നു ഞാൻ അവിടെ എത്തുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം എൻ്റെ അങ്കിൾ അല്ലാതെ വേറെ ആരും ഞങ്ങളുടെ ആർമിയിലില്ല ഫാമിലിയിൽ നിന്ന്. പിന്നെ ദെൻ once I joined, it is my own. അപ്പോൾ അങ്ങനെ ശരിക്കും ബാംഗ്ലൂരിലാണ് സാർ? ബാംഗ്ലൂരിലാണ് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ. Then I was posted all over the places, and I was posted in Hyderabad also as a lieutenant. That is the time I got married. അതെ അതെ, അവിടെയാണ് മാഡത്തിൻ്റെ പ്രസക്തി. ശരിക്കും സാർ ലെഫ്റ്റനന്റ് കേണൽ ആയിരിക്കുന്ന സമയത്താണ്, ലെഫ്റ്റനന്റ് ആയിരിക്കുന്ന സമയത്താണ് മാഡത്തിൻ്റെ കണ്ടുമുട്ടൽ. മാഡത്തിൻ്റെ നാട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നെടുമങ്ങാട്. എങ്ങനെയായിരുന്നു സാറിനെ കണ്ടുമുട്ടിയത്? സാറിനെ കണ്ടുമുട്ടിയ എൻ്റെ സിസ്റ്റർ, പിന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സാറിൻ്റെ നാട്ടുകാരൻ, അവരെ റിലേറ്റീവ്സും കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രപ്പോസൽ വന്നു. അറേഞ്ച് മാരേജ് ആണ്. എന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം. അപ്പോൾ അന്നൊരു പട്ടാളക്കാരനാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പട്ടാളക്കാരില്ല. ആൻഡ് ദാറ്റ് വാസ് എ വെരി ഫ്രൈറ്റനിങ് തിങ് ടു മീ. പട്ടാളക്കാരൻ്റെ കൂടെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും? അത് എങ്ങനെയായിരുന്നു മാഡം ആദ്യമൊക്കെ തിങ്ക് ചെയ്തിരുന്നു? വെരി സ്കേറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് അത് വലിയ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം അല്ലെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷെ അങ്ങനെ ഒരു സ്കെയറിംഗ് എല്ലാം ഉണ്ടായിരിക്കുന്ന സമയത്ത് മാഡം ചിലപ്പോൾ എതിർത്ത് കാണും, വേണ്ട ഇത് പ്രപ്പോസൽ വേണ്ട. ഇല്ല എന്നാലും ബിക്കോസ് മാഡത്തിന്റെ പാരന്റ്സിന് അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടമായിരുന്നു. പിതാവ് എന്ത് ജോലിയായിരുന്നു മാഡം? പിതാവിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അമ്മ ഹൗസ് വൈഫ്. ആക്ച്വലി ഞങ്ങൾ ആറന്മുളയാണ് അമ്മയുടെ കുടുംബം. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് ജോലിയുടെ കാര്യമായിട്ടാണ് നെടുമങ്ങാട് സെറ്റിൽ ആവുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എത്ര മക്കളാണ്? ഞങ്ങൾ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 5 പെണ്ണും 1 ആണുമായിരുന്നു. ഓക്കെ. ജീവിതത്തിൽ ശരിക്കും നമ്മൾ എവിടെയൊക്കെ എത്തിച്ചേർന്നാൽ തന്നെയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതെ. എത്രത്തോളമാണ് മാഡത്തിന്റെ രാവിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ വെച്ച് അവിടെ തൊഴുതിട്ടേ ഞാൻ എൻ്റെ ദിവസം തുടങ്ങുള്ളൂ. ഓക്കെ. കാരണം അത്രയ്ക്കും അവർ മരിച്ചു പോയിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ നമ്മുടെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാറിൻ്റെ പിതാവിലേക്ക് വരാം. ഒരു സ്കൂൾ മാഷ്. എത്രത്തോളം സാർ ആ കുട്ടിക്കാലം സാർ എൻജോയ് ചെയ്തിട്ടുണ്ട്?
ഇറ്റ് വാസ് ഒരു ഓർത്തഡോക്സ് സെറ്റപ്പാണ്. അവിടെ ഈ അച്ഛൻ്റെ മാത്രമല്ല ബാക്കി അംഗങ്ങളുടെയും പിന്നെ ഉത്തരവാദിത്വവും അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഒരു കമ്പൈൻഡ് ഫാമിലീസ്, ഒരു കുടുംബം. ആൻഡ് ഇൻ മൈ കേസ് ഐ വാസ് മോസ്റ്റ്ലി കൺട്രോൾഡ് ഫ്രം ദി മദേഴ്സ് സൈഡ്, മദേഴ്സ് ഫാമിലി, അമ്മാവന്മാരും ഒക്കെ. അതെ 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 അതെ. പിന്നെ എങ്ങനെയാണ് സാർ നമ്മൾ ഒമാനിലേക്കുള്ള യാത്ര? അത് ഹൈദരാബാദിൽ നിന്ന് വി വെൻ ടു പൂനെ. വീണ്ടും ട്രാൻസ്ഫർ. ദെൻ പൂനെയിലിരിക്കുമ്പോൾ ഐ വാസ് പോസ്റ്റഡ് ടു ഫീൽഡ് ഏരിയ ദ ഈസ്റ്റേൺ സെക്ടർ. അവിടെ നിന്നാണ് എനിക്ക് ഒമാനിലോട്ട് പോസ്റ്റിംഗ് വരുന്നത്. ഇറ്റ്സ് നോട്ട് എ വോളണ്ടറി തിങ്, ബട്ട് ഐ വാസ് പോസ്റ്റഡ്. ശരിക്കും അപ്പോൾ ജോലി സാറിൻ്റെ ഒരു മിസ്സിങ് ഒരു 6 വർഷം എന്ന് പറയുന്നത് സഹിക്കാൻ വയ്യാത്ത കാര്യമായിരുന്നു. 2 ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അപ് ടു ദ 12th സ്റ്റാൻഡേർഡ് ലെവൽ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി ഫോർ മീ ടു ഹാൻഡിൽ ദം. അതർ ഏരിയ നമ്മുടെ നാടല്ല ഇതൊക്കെയാണ്. ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ബോത്ത് ഓഫ് ദം ടേൺഡ് ഔട്ട് ടു ബി വെരി ഗുഡ്. 2 കുട്ടികളാണ് അല്ലേ സർ? 2 മക്കളാണ്. മൂത്തയാള് സുനിൽ, he was very good in studies, sports, everything. And the second fellow is brilliant. He was the captain of the school team and for cricket and quiz champion. Name? Sudhir. Sunil and Sudhir. വളരെയധികം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാൻ രാജാവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് പുള്ളി. അത്രയ്ക്കും വളരെ ഒരു നല്ല ആളാണ്. ഈസ് എ ഗ്രേറ്റ് മാൻ ആൻഡ് റെയർ ടു ഫൈൻഡ് ദീസ് ഡേയ്സ് ദിസ് കൈൻഡ് ഓഫ് റൂളേഴ്സ്. And he took special interest in the organization where I was working for operational reasons. So then perhaps he liked me, the system accepted me, and the people there accepted me. It's something great. And I felt greatly proud of my achievement, and whatever the training I got and whatever the experience I got is from Indian Army. Naturally, my thoughts go to my country and my army. തിന്മ വെടിയുവാനും നന്മ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് അബ്സല്യൂട്ട്ലി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ദൈവാനുഗ്രഹം മാത്രം. അത് തെറ്റ് നമ്മളെ മനസ്സിൽ വന്നാൽ പോലും അത് തിരുത്തി നമുക്ക് നന്മയിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവാനുഗ്രഹം. എത്രത്തോളമാണ് മാഡം ആ വിശ്വാസം? എനിക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഐ ഗോ ടു ദ ടെമ്പിൾ. ആൻഡ് എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ കുട്ടികൾക്കും എൻ്റെ വീട്ടിൽ ജോലി ചെയ്യണ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്. ശരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് അവരുടെ ഗുഡ് വില്ലും ഡെഡിക്കേഷനും സപ്പോർട്ടും വിൽ ഹെൽപ്പ് യു ഇൻ ടേൺ. ഒമാനിൽ ഏറ്റവും വലിയ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും. കാരണം മലയാളികളുടെ കൂട്ടായ്മ. എങ്ങനെയായിരുന്നു മാഡം ആ ഒരു ലൈഫ്? ഗൾഫ് കൺട്രീസിൽ വെച്ചിട്ട് ഒമാൻ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. സാറും വളരെയധികം എൻജോയ് ചെയ്തു ആ 19 വർഷം. എൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. 6 മാസം എനിക്ക് ഇവിടെ വരേണ്ടി വന്നു. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്നാണോ അതോ അവര് അവിടെ വന്നു? ഓക്കെ, അവരെ മിസ് ചെയ്തിട്ടിരുന്നിട്ടില്ല. 12th ക്ലാസ് അവരെയും കൂടെ കെയർ ചെയ്തു അല്ലെ? ഈ വീടിന്റെ ഒരു മനോഹാരിതയെ കുറിച്ച് എങ്ങനെയായിരുന്നു? ഇത് ആരാണ് ഡിസൈൻ ചെയ്തത്? See, for anybody, I mean, it is a dream to have a good house. Yes. And your own house. So that we too had that dream. But we never decided where to make it, when to make it, how to make it. So we have been postponing. And finally, when we were to decide where to settle down, whether in Kerala, Bangalore, Hyderabad, or Bombay. And final decision we took for Hyderabad for a variety of reasons. Most predominantly, the children. We took a draw actually. Draw. അപ്പോൾ അത് മാഡം ഒരു ഒപ്പീനിയൻ പറഞ്ഞില്ല. We left it basically Kerala. She was preferring Kerala. I was liking Bangalore. Okay. And the children liked this place. Hyderabad. Because they were born and brought up here. So we thought
futuristically, it is better to go with them, where they are going to be comfortable tomorrow. Okay. Really. And having born here, did their basic education here, they got the childhood friends, and their childhood memories here. Yeah. So I didn't want to break that. So then we decided, finally we bought a piece of land here. And she is the main architect, contractor. ഡിസൈനർ. ശരിക്കും നന്നായിട്ടുള്ള ഒരു ഇന്റീരിയറും വളരെ We മനോഹരമാക്കിയിരിക്കുന്നു. tried to make it livable. ആൻഡ് മോർ ഓവർ ഇവിടെ നമ്മളൊരു എന്തൊക്കെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് ആ മാഡത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം അത് ക്രെഡിറ്റ് ഗോയിങ് ടു ബി യു ഓൺലി ബിക്കോസ് ഇത് എപ്പോഴും നീറ്റ് ആയിരിക്കണമെന്ന് സാർ ഇല്ലാത്തപ്പോഴും അല്ലേ ഇവിടെ See, ജീവിതത്തിൽ പലതും you can acquire. To maintain it correctly is very difficult. ഡിഫിക്കൽട്ട്. അതാണ് ഇവിടെ ചെയ്തത് മാഡത്തിന്റെ റോൾ അല്ലേ?